അല്ലാഹു 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 പട്ടണത്തിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ബസറയിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. വൈകുന്നേര സമയമായി കഴിഞ്ഞാൽ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി നടക്കുകയാ. അതാ ബസറ പട്ടണത്തിലെ ചെറുപ്പക്കാരൻ പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങളുടെ പുറകെ ഓടി നടക്കുകയാ. അവസാനം ഈ ചെറുപ്പക്കാരൻ നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോവുകയാണ്. ശരീരമെല്ലാം മറച്ചിട്ടൊരു പെണ്ണ് നടന്നു പോവുകയാ. ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണിന്റെ പുറകെ നടന്നു. ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല, എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനമില്ല, എന്തിനാ എന്റെ പുറകെ നിങ്ങൾ നടക്കുന്നത്? അതാ പെണ്ണ് പിന്നെയും നടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പെണ്ണിന്റെ പുറകെ നടക്കുകയാ. അവസാനം നടന്നു പിന്നെയും പെണ്ണിന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുമ്പോ അവസാനം ആ പെണ്ണ് ചോദിക്കുന്നു, ചെറുപ്പക്കാരാ, മരണത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? മരിക്കേണ്ടവനല്ലേ? അല്ലാഹുവിന്റെ മുന്നിലേക്ക് പോകേണ്ടവനല്ലേ? നീ എന്റെ പുറകെ നടന്നിട്ടൊരു പ്രയോജനവുമില്ല. എന്റെ ശരീരം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാണ്, എന്റെ ശരീരം മുഴുവനും മറച്ചു വെച്ചിരിക്കുകയാ. പിന്നെ എന്ത് കണ്ടിട്ടാ നീ എന്റെ പുറകെ നടക്കുന്നത്? ആ സമയത്ത് ആ പെണ്ണിനോട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, പെണ്ണേ, നിന്റെ രണ്ട് കണ്ണുകളുണ്ടല്ലോ, അത് കാണാൻ എന്തഴകാണെന്നറിയുമോ? നിന്റെ കണ്ണ് കണ്ടിട്ടാണ് ഞാൻ നിന്റെ പുറകെ വരുന്നത്. നിന്റെ കണ്ണിന് ഇത്ര സൗന്ദര്യമാണെങ്കിൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമാകും? പടച്ചവരെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തീരേണ്ട താമസം ആ പെണ്ണിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ, എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ നടന്നു വരുന്നത്. ആ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ ഇവിടെയും നിൽക്കുമോ? ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയും നിൽക്കുമോ? നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം കൊടുത്തുവിടാ. അല്ലാഹുവേ, ചെറുപ്പക്കാരൻ വളരെ പ്രതീക്ഷയോട് പെണ്ണ് കൊടുത്തുവിടുന്ന സമ്മാനം കാത്തുകൊണ്ടിരിക്കുമ്പോ ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുകയാ. ആ പെണ്ണ് തന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുകയാ. എന്നിട്ട് പടച്ചവരെ, വീടിനകത്ത് സുജൂദിൽ കിടന്ന് കരയുകയാണ്. പടച്ചവരെ, എന്റെ കണ്ണ് കണ്ടിട്ടാണല്ലോ ഈ ചെറുപ്പക്കാരൻ എന്റെ പുറകെ വന്നത്. അവനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചത് എന്റെ കണ്ണാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിലെ വേലക്കാരിയെ വിളിക്കുകയാണ്. തന്റെ വീട്ടിലെ വേലക്കാരിയെ വിളിച്ചിട്ട് ഒരു കമ്പി എടുത്തിട്ട് രണ്ട് കണ്ണുമിങ്ങനെ ചൂർന്നെടുക്കുകയാ. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് രണ്ട് കണ്ണുമിങ്ങനെ ചൂർന്നെടുത്തിട്ട് പടച്ചവരെ ഒരു തുണിക്കകത്ത് പൊതിഞ്ഞിട്ട് അതാ തന്റെ വീട്ടിലെ വേലക്കാരിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ ഇന്ന സ്ഥലത്തിരിപ്പുണ്ട്, അവൻ എന്റെ കണ്ണ് കണ്ടിട്ട് എന്റെ പുറകെ വന്നവനാണ്, അതുകൊണ്ട് ഇവന്റെ കയ്യിലേക്ക് ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കുമോ? എന്റെ പ്രിയമുള്ളവരെ, ബസറയിലെ ചെറുപ്പക്കാർ പെണ്ണ് കൊടുത്തു വിടുന്ന സമ്മാനം കാത്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിലെ ജോലിക്കാരി അതാ ഒരു പൊതി കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, എന്റെ യജമാനത്തി തന്നതാണ്. ആ ചെറുപ്പക്കാരൻ ആ പൊതിയങ്ങ് തുറന്നു നോക്കേണ്ട സമയം സുബ്ഹാനല്ലാഹ്, രക്തത്തിൽ കുളിച്ചിരിക്കുന്ന രണ്ട് കണ്ണ് കാണുകയാ. ആ പെണ്ണ് പറയുന്നു, എന്റെ യജമാനത്തിയുടെ കണ്ണാ, ഈ കണ്ണ് കണ്ടിട്ടല്ലേ നിങ്ങൾ ആ പെണ്ണിന്റെ പുറകെ നടന്നത്? എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരൻ വലിച്ചെറിഞ്ഞിട്ടിറങ്ങി ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. കിടന്നിട്ടുറക്കം വരുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല, ഒരു സമാധാനവുമില്ല. എന്റെ പ്രിയമുള്ളവര്, 3 ദിവസം കഴിഞ്ഞു. അവസാനം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലൊന്ന് തോന്നിയല്ലാ, ഒന്ന് പൊരുത്തം ചോദിക്കണമല്ലോ, ആ പെണ്ണിനോടൊന്ന് പൊരുത്തം ചോദിക്കണമല്ലോ. അവസാനം സമാധാനമില്ലാതെ ചെറുപ്പക്കാരൻ തന്റെ കുടിലകത്ത് നിന്നിറങ്ങിയിട്ടു ആ സുന്ദരിയായ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുകയാണ്. ആ പെണ്ണിന്റെ വീട്ടിലേക്ക് നടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, ഒരു ജനാസ കൊണ്ടുപോവുകയാ. ആ വീടിനകത്ത് നിന്നൊരു ജനാസ കൊണ്ടുപോവുകയാണ്. ആ ചെറുപ്പക്കാരിയായ പെണ്ണിന്റെ ജനാസയാണ്. അല്ലാഹുവേ, രണ്ട് കണ്ണിങ്
ഇങ്ങനെ ചൂർന്നു കളഞ്ഞിട്ട് കണ്ണിലൂടെ രക്തമൊലിച്ച് അവസാനം ആ പെണ്ണ് മരിച്ചുപോയെന്ന് പഠിപ്പിക്കുമ്പോ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം ഹൃദയത്തിനകത്ത് തോന്നിയത് ആ പെണ്ണ് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു വാക്കാ, മരണത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മയില്ലേ? മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? പടച്ചവന്റെ മുന്നിൽ പോകേണ്ടവനാണെന്നുള്ള ഓർമ്മയില്ലേ? എന്റെ പ്രിയമുള്ളവരെ, ആ പെണ്ണ് പറഞ്ഞ ഒറ്റ ഒരു വാക്ക് കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ നന്നാവുകയാ. തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റമുണ്ടാവുകയാണ്. ആ ബസ്രയിലെ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ലോകപ്രസിദ്ധനായ ഒരു പണ്ഡിതനാവുകയാണ്. ലോകമറിഞ്ഞ ഒരു പണ്ഡിതനാവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെയുള്ള ഉസ്താദന്മാർ എല്ലാവരും ആ മഹാൻ എഴുതിയ കിതാബുകൾ വായിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങളെ ശല്യം ചെയ്തുകൊണ്ട് നടന്ന ആ ചെറുപ്പക്കാരൻ ആരെന്നറിയുമോ? മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു. محمد صلى الله على محمد صلى الله عليه وسلم.